ഹലോ വെൽക്കം ടു റെയിൻ ഫോറസ്റ്റ്. സമ്മറിൽ ചൂട് കൂടി വരികയാണ്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാണ്. അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മുടെ പെറ്റ്സിൻ്റെ സ്കിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, സ്കിന്നിൽ അസുഖങ്ങളൊന്നും വരാതെ എങ്ങനെ നോക്കാം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചൂട് കൂടുമ്പം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പം നമ്മുടെ പെറ്റ്സിൻ്റെ ഫറിൻ്റെ ഇടയിൽ മോയ്സ്ചർ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എസ്പെഷ്യലി ഇങ്ങനത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വരുമ്പം നമ്മൾ അവരുടെ ഹെയർ കോട്ട്, എസ്പെഷ്യലി ലോങ് ഹെയർഡ് ബ്രീഡ്സ് ആണെങ്കിൽ ഹെയർ ഒന്ന് ചെറുതായിട്ട് ട്രിം ചെയ്ത് ഒരു ഷോർട്ടർ ലെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനും കോംബ് ചെയ്യാനും ബ്രഷ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അതേപോലെ അവരുടെ സ്കിൻ ഒന്ന് അനലൈസ് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇൻ ജനറൽ അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഈ ക്ലൈമറ്റിനകത്ത് കുറച്ച് ഹെയർ കുറവാണെങ്കിൽ. അതേപോലെ തന്നെ ഡെയിലി അവരെ ബ്രഷ് ചെയ്യുക, അവരെ കോട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുക. എന്തെങ്കിലും അസുഖങ്ങൾ പുതിയതായിട്ട് വരുന്നുണ്ടോ, വല്ല റാഷസോ സ്കിന്നിൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടോ, ചെള്ളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും നമ്മൾ ഡെയിലി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ബ്രഷിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അവരെ ടിക്ക് ആൻഡ് ഫ്ലീ പ്രിവെൻറ്റേറ്റീവിൽ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ്റ്റേണലി പാരസൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് മേത്തിങ്ങനെ നരച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഇറിറ്റേഷൻസ് വരാം, അത് കടിച്ചിട്ടുണ്ടാവുന്ന റാഷസ് അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ അത് കാരണമുള്ള അലർജിക് റിയാക്ഷൻസും വരാം. അപ്പം നമ്മൾ എപ്പോഴും അവരെ ടിക്ക് ആൻഡ് ഫ്ലീ പ്രിവെൻഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോവുക. അതേപോലെ ഇൻ ജനറൽ അവരുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് ഈ ടൈമിൽ. കാരണം ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുമ്പം ഈ വക അസുഖങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് റെഗുലറായിട്ട് ഗ്രൂമിങ് ചെയ്യുക, ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ചെള്ളോ കാര്യങ്ങളോ ഒക്കെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. അതേപോലെ ഇൻഫെക്ഷൻ എന്തെങ്കിലും നമ്മൾ ഇനി കണ്ടു എന്നിരിക്കട്ടെ, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ ഉടനെ തന്നെ നമ്മുടെ വെറ്റിനറിയനായിട്ട് കൺസൾട്ട് ചെയ്യുക. കാരണം സ്കിൻ ഇൻഫെക്ഷൻസ് പല തരത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയൽ, ഫംഗൽ, പിന്നെ മെയിൻസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ ഉണ്ട്, അതേപോലെ അലർജിക് ഉണ്ട്, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ അസുഖങ്ങളും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് കാണാൻ ഇരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ വെറ്റിൻ്റെ അടുത്ത് പോയി കഴിയുമ്പം അവർ സ്കിന്നിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കും. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് അതിനനുസരിച്ച് ടൈലേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഡയഗ്നോസിസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റും പല തരത്തിലുണ്ടാവും. അതിനകത്ത് നമുക്ക് അകത്തേക്ക് കൊടുക്കാൻ ടാബ്ലറ്റ്സ് ഉണ്ടാവും, അതേപോലെ ഷാംപൂ ഇട്ട് കുളിപ്പിക്കാനായിട്ട് മെഡിക്കേറ്റഡ് ഷാംപൂസ് ഉണ്ടാവും, ദേഹത്ത് അപ്ലൈ ചെയ്യുന്ന ഓയിൽസോ ലോഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അതേപോലെ സ്പോട്ടോൺസ് ഉണ്ടാവും. അങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് പല തരത്തിലാണ്. അത് ക്യാൻ ലാസ്റ്റ് ഫോർ 1 month or 2. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വെറ്റിനറിയൻ്റെ അഡ്വൈസ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ മെഡിസിൻ അപ്ലൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ കൊടുക്കുന്നതോ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ മെഡിസിൻ വിത്ഡ്രോ ചെയ്യരുത്. ആ പറഞ്ഞിരിക്കുന്ന അത്രയും തന്നെ ടൈം നമ്മൾ മെഡിസിൻ കൊടുക്കുക, അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡോക്ടർ പറയുന്നത് പോലെ തന്നെ റിവ്യൂ കൺസൾട്ടേഷനും കൊണ്ടു ചെല്ലുക. അപ്പം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്തോരം ഉണ്ട്, ഇനി എത്ര നാൾ മെഡിസിൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. അത് ഡോക്ടർ പറയുന്ന അഡ്വൈസ് അനുസരിച്ച് തന്നെ പ്രൊസീഡ് ചെയ്യുക. സോ ലെറ്റ്സ് കീപ്പ് അവർ പെറ്റ്സ് ഫ്രീ ഫ്രം ഇച്ചസ് ആൻഡ് സ്ക്രാച്ചസ്. Thank you.